ബി.ജെ.പിയുടെ കാര്യം നമ്മൾ വളരെ എടുക്കണം. ഈ ശ്രീലേഖ എന്ന് പറയുന്നത് IPS ഉദ്യോഗസ്ഥയാണ്. അവർക്ക് ഔദ്യോഗിക പദവിയിൽ എത്താവുന്നതിന്റെ പരമാവധി പദവിയിൽ അവർ എത്തിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർക്ക് മേയറാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു മോഹം ഉദിക്കാം. പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജനകീയനായ ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അദ്ദേഹം മതി മേയർ എന്ന് പറയുന്നത്. കാരണം BJP ഒരു കോർപ്പറേഷൻ പിടിച്ചാണ്. അങ്ങനെയാണ് VV രാജേഷ് ആ മേയറായിട്ട് വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ശ്രീലേഖയ്ക്ക് മാനസികമായ വിഷമം ഉണ്ടായേക്കാം. പക്ഷേ മാധ്യമങ്ങൾ കൂട്ടത്തോട് വന്ന് അല്ല ശ്രീലേഖ നിങ്ങൾ മേയർ ആകത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടോ, അല്ല BJP തള്ളിപ്പറയുന്നുണ്ടോ, ഒരേ കാര്യം 10 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ ചിന്ത വരും, ശരിയാണല്ലോ എന്നെ പാർട്ടി അങ്ങനെ തള്ളിക്കളഞ്ഞോ. സത്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന മീഡിയയുടെ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ശ്രീലേഖയ്ക്ക് കഴിഞ്ഞു തുടങ്ങിയെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാരെയും വിളിക്കുകയും അതിൽ ഈ ശ്രീലേഖ പോകുന്നില്ല. അവർക്ക് വ്യക്തിപരമായ അസൗകര്യങ്ങളുണ്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് വീണ്ടും മാധ്യമങ്ങൾ എന്ന് കണ്ട ശ്രീലേഖ ഉടക്കി നിൽക്കുന്നു, ശ്രീലേഖ തന്റെ പരിഭവം തീർത്തില്ല എന്ന് പറയുമ്പോഴും ശ്രീലേഖ അതിനെ വളരെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്തു. ഇതൊരു രാഷ്ട്രീയക്കാരിയുടെ ഒരു തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ പതിയെ പിച്ച് വെച്ച് കയറുന്നതാണ് എപ്പോഴും നേട്ടം. ഈ ശ്രീലേഖ നിയമസഭയിൽ മത്സരിക്കാൻ യോഗ്യയാണെന്ന് BJP നേരത്തെ ഒന്നും കരുതിയിരുന്നില്ല. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചു വെച്ച പ്രകടനം, അവരുടെ ജനകീയ സമ്മതി, ഈ ജനസമ്മതിയൊക്കെ കണ്ടപ്പോഴാണ് ഇവർ ആപ്റ്റാണ് വട്ടിയൂർക്കാവരെന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്. VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രീലേഖ ഒരു സ്റ്റെപ്പ് വെച്ചു എന്ന് അരിഹാരം കഴിക്കുന്നത് നമ്മൾ എന്തായാലും ചിന്തിക്കില്ല. അത് പാർട്ടിയുടെ കൃത്യമായ ഒരു ആലോചനയും ഇടപെടലുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്ത്രപരമായിട്ട് നോക്കി. അപ്പോൾ പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ വളരെ രോഷാകുലമായി പെരുമാറിയപ്പോൾ ശ്രീലേഖ നേരിട്ട് ചെല്ലുന്നു, ഇതെന്റെ അനിയനാണ്, ഇവരെൻ്റെ അടുത്ത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ പൊളിഞ്ഞു പോയത് CPM രാഷ്ട്രീയ നാടകമാണ്.